മറ്റു വാർത്തയിലേക്ക് വന്നാൽ കൊല്ലത്തിന് പിന്നാലെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും സിപിഐയിൽ കൂട്ടരാജി. മുൻ സംസ്ഥാന കൌൺസിൽ അംഗം മീനാങ്കൽ കുമാറിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് 100-ലധികം പേരാണ് തിരുവനന്തപുരത്ത് രാജിവെച്ചത്. പത്തനംതിട്ട ചെന്നീർക്കര സിപിഐ LC സെക്രട്ടറി ഉൾപ്പെടെ 16 പേർ CPIM-ൽ ചേർന്നു. അതിനിടെ കൊല്ലത്തെ CPI-യിലെ കൂട്ടരാജിയിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന നേതൃത്വം. ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കമ്മിറ്റിയും ഇന്ന് ചേരും. റഹീസ് റഷീദും പ്രവീൺ പുരുഷോത്തമനും ദിലീപ് ദേവസയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം റഹീസ് റഷീദിലേക്ക്. റഹീസ് റഷീദ്, തിരുവനന്തപുരത്തും കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത് ഒരു പടരുന്ന പ്രതിഭാസമായി കാണുന്നുണ്ടോ സംസ്ഥാന നേതൃത്വം? സുജിയ, തിരുവനന്തപുരത്തെ പ്രശ്നം CPI-യുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് കൗൺസിൽ അംഗമായിരുന്ന മീനാങ്കൽ കുമാറിനെ പുറത്താക്കിയതിന് പിന്നാലെ മീനാങ്കൽ കുമാർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. പിന്നീട് AITUC-യുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു മീനാങ്കൽ കുമാർ. AITUC-യുടെ ജില്ലാ സെക്രട്ടറി പദവിയിലിരിക്കുമ്പോൾ പാർട്ടിക്ക് ബദലായി മറ്റൊരു AITUC-യുടെ യോഗം വിളിച്ചതിനെ തുടർന്ന് 2 ദിവസം മുമ്പ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മീനാങ്കൽ കുമാറിനെ പുറത്താക്കിയിരുന്നു. അതിൽ പ്രതിഷേധിച്ച് മീനാങ്കൽ കുമാറിന്റെ അനുയായികളായ 100ഓളം പേരാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി അംഗമായ മീനാങ്കൽ സന്തോഷ്, സലാഹുദ്ദീൻ, വത്സരകുമാരി, സുരേന്ദ്രൻ എന്നീ ആളുകളും രാജിവെച്ചതിലുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറിമാരായ തോട്ടുങ്കര രാജേന്ദ്രൻ, ശങ്കർ എന്നിവരടക്കമുള്ള ആളുകളും തൊഴിലാളി സംഘടനയിൽ നിന്നുള്ള പ്രവർത്തകരും മീനാങ്കൽ AB ബ്രാഞ്ചിലെ അംഗങ്ങളുമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. CPI നേതൃത്വം പറയുന്നത് ഇതിൽ ഇത്ര ആളുകളൊന്നും രാജിവെച്ചിട്ടില്ല, നേരത്തെ പാർട്ടി എടുത്ത തീരുമാനം ശരിയായിരുന്നു, അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നതാണ് CPI ജില്ലാ നേതൃത്വത്തിന്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം. സുജയ. ഓക്കെ, നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ കൂടിയുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, തിരുവനന്തപുരത്തെ വിവരങ്ങളാണ് ഇപ്പോൾ റഹീസ് റഷീദ് പങ്കുവച്ചത്. പത്തനംതിട്ടയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും ചെന്നീർക്കര LC സെക്രട്ടറി ഉൾപ്പെടെ CPIM-ൽ ചേരുന്ന ഒരു സാഹചര്യം, കൂടുതൽ പേർ പാർട്ടി മാറാനായിട്ടുള്ള ഒരു സാധ്യതയാണോ നിലവിൽ കാണുന്നത്? സുജയ, പത്തനംതിട്ട ചെന്നീർക്കരയിൽ CPI-യുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു ആലുകുറ്റി ഉൾപ്പെടെ 17 പേരാണ് CPM-ലേക്ക് ചേർന്നത്. CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള KP ഉദയഭാനുവാണ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ഇവർ പ്രധാനമായും രാജിവെക്കുന്നതിനുള്ള ഒരു സാഹചര്യം വ്യക്തമാക്കുന്നത് പാർട്ടിയിലെ പല തെറ്റായ പ്രവർത്തകരും ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു. ജില്ലാ സെക്രട്ടറി ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായിട്ടുള്ള ചിറ്റയം ഗോപകുമാറിനെ നേരിൽ കണ്ട് തന്നെ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും ഒരു തുടർ നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം പോകുന്നില്ല. ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി തങ്ങൾക്കുണ്ട്. ഇക്കാരണത്താലാണ് CPI-യിൽ നിന്നും രാജിവെച്ചുകൊണ്ട് CPM-ലേക്ക് ചേർന്നതെന്നാണ് ഈ രാജിവെച്ചവർ പറയുന്നത്. മറ്റൊരു കാരണം ഇവർ ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടിയുടെ നേതൃപദവിയിലുള്ളവർ ചിലരൊക്കെ വിദേശത്ത് ആണ്. പക്ഷേ അവർ വിദേശത്ത് തുടരുമ്പോൾ പോലും പാർട്ടി സ്ഥാനം രാജിവെക്കാൻ അവർ തയ്യാറാകുന്നില്ല. സ്ഥിരമായി വിദേശത്ത് തങ്ങുന്നു. അപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളിൽ നാട്ടിൽ തടസ്സമുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടും അങ്ങനെയുള്ളവരെ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പകരം ആളെ വെക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ പാർട്ടി പ്രവർത്തനം അവതാളത്തിലായി എന്ന ഒരു പ്രസ്താവനകളാണ് ഈ രാജിവെച്ച് CPM-ൽ ചേർന്നവർ പറയുന്നത്. മറ്റൊന്ന്, പാർട്ടിയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നവരെ ഇപ്പോൾ നേതൃത്വത്തിന് വേണ്ട, അല്ലാതെ ഉള്ള ആളുകളെ വ്യക്തിതാൽപര്യത്തിനനുസരിച്ച് പാർട്ടി ഭാരവാഹിത്വം നൽകുന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ഈ രാജിവെച്ച നേതാക്കൾ പറയുന്നുണ്ട്. ഏതായാലും 17 പേരാണ് ചെന്നീർക്കരയിൽ നിന്നും CPI-യിൽ നിന്നും രാജിവെച്ച് CPM-ലേക്ക് ചേർന്നിട്ടുള്ളത്. സുജയ. ഓക്കെ പ്രവീൺ.